ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്ട്രക്ചറൽ ഡിസൈനിന്റെ പ്രോബ്ലം സോൾവിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടൈപ്പ് പ്രോബ്ലം സോൾവിങ് ആണ്. നമുക്കൊരു മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഒരു ഗിവൺ സെക്ഷന്റെ മാക്സിമം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് ഒന്നുകൂടെ കാണാം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആസ് ദി ഫോഴ്സ് ഇൻക്രീസ് മൊമെന്റ് ഡിക്രീസ്, അതായത് നമ്മൾ ഒരു ബോഡിയിലേക്കുള്ള ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുണ്ടാവുന്ന മൊമെന്റും എന്താവും, ഇൻക്രീസ് ചെയ്യും. അറ്റ് എ certain value the moment of the beam fails at the fixed end, which means that the moment at that section fixed end has reached its maximum value. അതായത് ഒരു പർട്ടിക്കുലർ ലോഡ് എത്തി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോഡി ഫെയിൽ ചെയ്യും. ഓക്കെ, അതിന്റെ മാക്സിമം ലിമിറ്റ് എത്തി കഴിയുമ്പോഴത്തേക്കും ആ ബോഡി ആ ഒരു ലോഡ് എടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ബോഡി സ്ട്രക്ചറൽ ഫെയിലിയർ സംഭവിക്കും. ആ ഒരു മാക്സിമം ലോഡ് അല്ലെങ്കിൽ ആ ഒരു മാക്സിമം ലോഡിൽ വരുന്ന ആ ഒരു മൊമെന്റ്, അതാണ് ആ ബോഡിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ്. അതിനാണ് നമ്മൾ മാക്സിമം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ MU ലിമിറ്റ് എന്ന് പറയുന്നത്, മാക്സിമം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്തത് ദിസ് മൊമെന്റ് is maximum at fixed end as the distance is maximum there, therefore it fails first. അതായത് ആ ഒരു ഫെയിലിംഗ് നടക്കുന്നത് ഫിക്സ്ഡ് എൻഡിലായിരിക്കും. കാരണം ലോഡ് മാക്സിമം വരുന്നത് അല്ലെങ്കിൽ അതിന്റെ എഫക്ട് മാക്സിമം വരുന്നത് ഏറ്റവും ദൂരെ ആയിരിക്കും. ഓക്കെ, അത് കുഴപ്പമില്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഫിക്സ്ഡ് എൻഡിലായിരിക്കും ഈ ഒരു ഫെയിലിയർ സംഭവിക്കുന്നത്. ദി മാക്സിമം വാല്യൂ ഓഫ് മൊമെന്റ് ഇസ് കോൾഡ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ് എ പർട്ടിക്കുലർ സെക്ഷൻ. ആ ഒരു ഫെയിലിയർ സംഭവിക്കാൻ വന്ന അല്ലെങ്കിൽ അതിന് മാക്സിമം വന്ന ആ മൊമെന്റിന്റെ വാല്യൂവിനാണ് നമ്മൾ മാക്സിമം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഫെയിലിയർ നടന്ന ഭാഗത്ത് വന്ന ആ ഒരു മൊമെന്റിനാണ് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ടെക്നിക്കൽ ടേംസ് പറയുവാണെങ്കിൽ മാക്സിമം മൊമെന്റ് അറ്റ് സെക്ഷൻ ക്യാൻ റെസിസ്റ്റ് ഈസ് കോൾഡ് ദി മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ഒരു സെക്ഷന് താങ്ങി നിർത്താൻ പറ്റാവുന്ന മാക്സിമം മൊമെന്റ്, അതിനെയാണ് നമ്മൾ മാക്സിമം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ, ആ സെക്ഷൻ താങ്ങി നിർത്താൻ പറ്റാവുന്ന മാക്സിമം. ഇനി അടുത്തത് നമ്മൾ ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ബാലൻസ് സെക്ഷൻ, എന്താണ് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ, എന്താണ് ഓവർ റീൻഫോഴ്സ് സെക്ഷൻ. ഓക്കെ, അതിനെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഇൻ ബാലൻസ് സെക്ഷൻ ഫെയിലിയർ occurs simultaneously and is called balance or critical failure. അതായത് ബാലൻസ് സെക്ഷനിൽ നടക്കുന്നത് നമ്മുടെ കോൺക്രീറ്റും സ്റ്റീലും ഒരേ രീതിയിൽ തന്നെ അതിന്റെ ഫെയിലിയറിലൂടെ എത്തുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മളൊരു ബാലൻസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഇസ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ദി ബാലൻസ് സെക്ഷൻ. ആ ഒരു കേസിൽ ഉണ്ടാവുന്ന ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ അല്ലെ. ഇനി അടുത്തത് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ. അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, അവിടെ ഫെയിൽ ആവുന്നത് ആദ്യം സ്റ്റീൽ ആയിരിക്കും, അതിനുശേഷമായിരിക്കും എന്ത് ആവുന്നത്, കോൺക്രീറ്റിന്റെ ആ ഒരു ഫെയിലിയർ റോഡിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ബാലൻസ് സെക്ഷനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും. പിന്നെ മാക്സിമം സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ്, ആ ഒരു സ്ട്രെസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റീൽ അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ. അതായത് ഒരു കോൺക്രീറ്റിന് ഒരു ഫെയിലിയർ റോഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റീലിന് ഒരു മാക്സിമം ഈൽഡിംഗ് പോയിന്റ് ഉണ്ട്. അപ്പം ഇവിടെ അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ സ്റ്റീലിന്റെ ഈൽഡിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റീലിന്റെ ഈൽഡിംഗ് പോയിന്റ് ആദ്യം എത്തും. കോൺക്രീറ്റിന് ആ ഒരു മാക്സിമം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ മാക്സിമം സ്ട്രെസ് എത്തുന്നതിന് മുമ്പ് തന്നെ എന്താ സംഭവിക്കുക, സ്റ്റീൽ ആയിരിക്കും എത്തുക എന്ന് ഒന്ന് ഓർക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആക്ച്വൽ ഇസ് ലെസ് ദാൻ, അതായത് നമ്മൾ പറയുന്ന ഈ ഒരു സെക്ഷന്റെ ക്രിട്ടിക്കൽ അല്ല ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്ത് ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനേക്കാളും താഴെയായിരിക്കും. ഇറ്റ് വിൽ ബി ലെസ് ദാൻ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത്. അതായത് ജസ്റ്റ് നോക്കാണ്, XU വിൽ ബി ലെസ് ദാൻ XU മാക്സ്. ഇവിടെ XU എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു XU മാക്സ്. ഇവിടെ നമ്മൾ പറയുന്ന ആ ഒരു സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത്. ഓക്കെ, പിന്നെ ആക്ച്വൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇസ് ലെസ് ദാൻ മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഇത് അല്ല, മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇത് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് കാണുക. ഇത് നമ്മൾ 3 സെക്ഷൻ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കംപ്രഷൻ വരുന്നത് മേലെ, അതായത് കോൺക്രീറ്റിന്റെ ആ ഒരു നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ഫിഗറിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, അതായത് ഇങ്ങനെ ഒരു ബെൻഡിങ് വരുവാണെങ്കിൽ താഴെയാണ് ടെൻഷൻ, മേലെയാണ് കംപ്രഷൻ. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒന്നാമത് നിങ്ങൾ ഈ കാണുന്നത് ഒരു ബാലൻസ്ഡ് സെക്ഷൻ. ബാലൻസ്ഡ് സെക്ഷന്റെ മാക്സിമം, അപ്പൊ ഇവിടെ കാണുക
ബാലൻസ്ഡ് സെക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇവിടെ സിഗ്മ സി ബി സി എന്ന് പറയുന്നത് കോൺക്രീറ്റിന് എടുക്കാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ് ആണ് സിഗ്മ സി ബി സി എന്ന് കാണിക്കുന്നത്. ഇവിടെ സിഗ്മ എസ് ടി ബൈ എം എന്ന് പറഞ്ഞ് താഴെയും കാണിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് സ്റ്റീലിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ആ ഒരു ഈൽഡിംഗ് പോയിന്റ്, സ്റ്റീൽ ഫെയിൽ ആവുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ എത്തിപ്പോയി. അപ്പൊ ബാലൻസ് സെക്ഷനിൽ സ്റ്റീൽ പൊട്ടുന്ന അതേപോലെ തന്നെ കോൺക്രീറ്റും ഫെയിൽ ആവും. ഇനി അടുത്തത് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് ഇവിടെ നോക്കുക, സിഗ്മ സി എന്ന് പറയുന്നത് ഈ കാണുന്ന സിഗ്മ സി അല്ലെ, ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ കോൺക്രീറ്റിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് ആണ് സിഗ്മ സി. അവിടെ നോക്കുക, നമുക്ക് സിഗ്മ സി ബി സി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഫെയിൽ ആവുന്ന ആ ഒരു സ്ട്രെസ്. പക്ഷെ ഇവിടെ കോൺക്രീറ്റ് ഫെയിൽ ആവുന്ന ആ ഒരു സ്ട്രെസ് എത്തിയിട്ടില്ല. അതിനു മുമ്പേ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം അല്ലെങ്കിൽ ആ ഒരു സ്റ്റീലിനുള്ള ഈൽഡിംഗ് പോയിന്റ് എത്തിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെയും ഈ സിഗ്മ സിയും സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എമ്മും കൂടി ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ന്യൂട്രൽ ആക്സിസിന്റെ മേലെയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഡെപ്ത് അല്ലേ, ഈ പർട്ടിക്കുലർ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് എക്സ് യു, ഇത് എന്ന് പറയുന്നത് എക്സ് യു മാക്സ് ഡിവൈഡ് ബൈ ഇറ്റ് ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ്. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെ സിഗ്മ സി ബി സി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഫെയിൽ ആവുന്ന ആ ഒരു സ്ട്രെസ്. അപ്പം ബാലൻസ്ഡ് സെക്ഷനിൽ സിഗ്മ സി ബി സിയും സിഗ്മ എസ് ടിയും ഒരുമിച്ച് വരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡെപ്ത് ആണ് എക്സ് യു മാക്സ് അല്ലെങ്കിൽ ബാലൻസ്ഡ് സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ആ ഒരു ഡെപ്ത്. ഇവിടെ ഒന്ന് നോക്കുമ്പം സിഗ്മ സി ബി സി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഫെയിൽ ആവുന്ന ആ ലോഡ് തന്നെ. ഓക്കെ, ഇവിടെ സിഗ്മ സി ബി സി എത്തുന്നില്ല. അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ സിഗ്മ സി വരെയാ ഈ കോൺക്രീറ്റിൽ സ്ട്രെസ് വരുന്നുള്ളൂ. കണ്ടോ, സിഗ്മ സി ബി സിനെക്കാളും ചെറിയൊരു വാല്യൂ ആണ് സിഗ്മ സി. ഇനി താഴെ നോക്കിക്കേ, താഴെ സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത് ആ ഒരു റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റീൽ ബ്രേക്ക് ആവുന്ന ആ ഒരു സ്ട്രെസ് എത്തി. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മുടെ സിഗ്മ എസ് ടിക്ക് മാറ്റമില്ല, പക്ഷെ സിഗ്മ സി ബി സി എന്നല്ല കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അതിന്റെ ലിമിറ്റ് എത്തിയിട്ടില്ല. അതിനു മുമ്പേ സ്റ്റീൽ എത്തിപ്പോയി. അപ്പൊ നമ്മൾ അതിനെ കണക്ട് ചെയ്തതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പം ഇവിടെ സിഗ്മ സിയും സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എമ്മിനെ കണക്ട് ചെയ്ത് വരച്ചപ്പോഴത്തേക്കും നേരത്തെ കണ്ട ആ ഒരു ന്യൂട്രൽ ആക്സിസിനെക്കാളും കുറച്ചും കൂടെ താഴെയാണ്. കാരണം ഇവിടെ നോക്കുക, കംപ്രസീവും ടെൻസൈലും ഈക്വൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോരുന്ന ആ ഒരു പോയിന്റ് അല്ലേ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് ബാലൻസിനേക്കാളും കുറച്ചുകൂടി കുറവാന്ന് കണ്ടില്ലേ. ഇവിടെ ജസ്റ്റ് ഓർത്താൽ മതി, കോൺക്രീറ്റ് അതിന്റെ ആ ഒരു ബ്രേക്കിംഗ് ലോഡ് എത്തുന്നതിന് മുമ്പ് സ്റ്റീൽ എത്തും. അതുകൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ആ ബ്രേക്കിംഗ് ലോഡിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് സിഗ്മ സി. മറ്റേതെന്ന് പറയുന്നത് മാക്സിമം എത്തിപ്പോയി. പിന്നെ നമുക്കൊന്ന് ഓവർ ഇൻഫോഴ്സ് ഇവിടെ നോക്കുക, ഓവർ ഇൻഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സ്റ്റീലിന്റെ അളവ് കൂടുതലല്ലേ, ബാലൻസിനേക്കാളും കുറച്ചുകൂടി കൂടുതലാന്ന് ഓർക്കാൻ പറ്റൂല പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ സ്റ്റീൽ ബ്രേക്ക് ആവുന്ന ലോഡാണ് നമ്മൾ സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം എന്ന് പറഞ്ഞ് ഇവിടെ ഡിനോട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ കാണുക, നമ്മുടെ സ്റ്റീൽ ബ്രേക്ക് ആവുന്ന ആ ഒരു ലോഡാണ് നമ്മൾ സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓവർ ഇൻഫോഴ്സ് സെക്ഷനിൽ സ്റ്റീലിന്റെ അളവ് കൂടുതലാണ്. അപ്പം സ്റ്റീൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്റ്റീൽ ആകെ സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം എന്ന് പറയുന്ന ആ ഒരു സ്ട്രെസ് എത്തുന്നുള്ളൂ. ഇതിന്റെ മാക്സിമം സ്ട്രെസ് എത്തിയിട്ടില്ല. ഓക്കെ, സിഗ്മ എസ് ടി അല്ല, സിഗ്മ ടി ഡിവൈഡ് ബൈ എം. ഇവിടെ കാണാലോ, ഈ ഒരു ഡിസ്റ്റൻസിലെ സ്ട്രെസ് എത്തിയിട്ടുള്ളൂ. പക്ഷെ ഇതിന് ഇത്രയും സ്ട്രെസ് വരെ എടുക്കാൻ പറ്റും, കാരണം അതിനകത്തുള്ള സ്റ്റീലിന്റെ അളവ് കൂടുതലായതുകൊണ്ട്. പക്ഷെ കോൺക്രീറ്റിൽ എന്താ സംഭവിക്കുക, കോൺക്രീറ്റിൽ ഈ സിഗ്മ സി ബി സി എത്തും. ഇവിടെ സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം എത്തുന്നതിന് മുമ്പ് തന്നെ കോൺക്രീറ്റിന്റെ ആ ഒരു ഫെയിലിയർ ലോഡ് എത്തും. അപ്പൊ ഇവിടെ അതേ വാല്യൂ, പക്ഷെ ഇവിടെ ഒരു കുറഞ്ഞ വാല്യൂയിലേക്ക് ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ന്യൂട്രൽ ആക്സിസിനേക്കാളും താഴെ ഒരു ഡെപ്തിലാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് സിഗ്മ സി ബി സി. ഇവിടെ ശരിക്കും ഇത്രയും ലോഡ് എത്തുന്നുള്ളൂ, ഇവിടം വരെ സ്റ്റീലിന് എത്താം. അപ്പം ഇത്രയും കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ലൈനിനെയും കൂടെ ജോയിൻ ചെയ്യിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്തിനേക്കാളും താഴ്ന്ന ഒരു ഡെപ്തിലാണ് നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ സെക്ഷനിലെ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഓക്കെ അല്ലെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വായിക്കാം. ഇനി ആക്ച്വൽ സ്ട്രെസ് ഇൻ ഇസ് ലെസ് ദാൻ മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അതായത് അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ അതിനകത്ത് വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വൽ സ്ട്രെസ്സിനേക്കാളും കുറവാണ്, കാരണം അവിടെ ആദ്യം ഫെയിൽ ആവുന്നത് സ്റ്റീലാണ്.
ഇനി ഓവർ റീൻഫോഴ്സ് സെക്ഷനിലോ ഫെയിലിയർ occurs by crushing of concrete and is primarily compression failure. അവിടെ കംപ്രഷൻ ഫെയിലിയർ ഒക്കെ മറ്റടുത്ത് ടെൻഷൻ ഫെയിലിയർ ആയിരുന്നു. ഇവിടെ ആക്ച്വൽ അതായത് അതിനകത്തുള്ള ആക്ച്വൽ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത്. ബീം ഇസ് ഓവർ റീൻഫോഴ്സ്ഡ്. പിന്നെ ആക്ച്വൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ലെസ് ദാൻ മാക്സിമം സ്ട്രെസ്. അതായത് അതിനകത്ത് വരുന്ന സ്റ്റീലിലെ സ്ട്രെസ് എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം സ്ട്രെസ്സിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ അല്ലേ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫിഗറിലും പറഞ്ഞത്. ഇതിനകത്തുള്ള ആക്ച്വൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ എസ് ടി ഡിവൈഡ് ബൈ എം. പക്ഷെ അത് അതിന്റെ മാക്സിമത്തെക്കാളും കുറവാണ്. ഓക്കെ, അപ്പൊ അവിടെ ഫെയിൽ ആവുന്നത് ഓവർ റീൻഫോഴ്സ്ഡ് ഫെയിൽ ആവുന്നത് കോൺക്രീറ്റ് ആണ്. കംപ്രഷൻ ഫെയിലർ ആയിരിക്കും വരും. കയ്യിലുള്ള IS കോഡ് എല്ലാവരും എടുക്കുക. ഇനി IS കോഡ് ഇല്ലാത്തവർ ജസ്റ്റ് ഈ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന വാല്യൂസ് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. നിങ്ങൾ എല്ലാവരും എടുക്കേണ്ടത് പേജ് നമ്പർ 96 ആണ്. പേജ് നമ്പർ 96 എടുക്കുക. ഇന്ന് നമ്മളൊരു പ്രോബ്ലം ചെയ്യണം, അതിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു റെക്ടാങ്കുലർ സെക്ഷൻസ് വിത്തൗട്ട് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ്. അതായത് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ് എന്താണെന്ന് പറയാം. അതായത് ചില കേസിൽ നമ്മൾ ഈ മേലെ കോൺക്രീറ്റിന്റെ ഭാഗത്ത് നമ്മൾ റീൻഫോഴ്സ്മെന്റ് ഇട്ട് കൊടുക്കും. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമുക്ക് ഈ താഴത്തെ റീൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ ഒരുപാട് റീൻഫോഴ്സ്മെന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ കംപ്രഷൻ ഫെയിലിയർ ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കുറച്ച് റീൻഫോഴ്സ്മെന്റ് ഇട്ട് കൊടുക്കും. അതിനാണ് നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്തിട്ടില്ല, അത് പറഞ്ഞുതരാം. അപ്പം ഈ പറയുന്നതെല്ലാം സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിന്റെ ഡിസൈനിന്റെ കേസ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഇവിടെ ദി മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ വിത്തൗട്ട് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ് ഷുഡ് ബി ഒബ്റ്റൈൻഡ് ആസ് ഫോളോസ്. ആദ്യത്തത് ഡിറ്റർമൈൻ ദി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ. അത് നമ്മൾ ആ പറയുന്ന സെക്ഷന്റെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്? XU അല്ലെ. അപ്പൊ ഇവിടെ XU ബൈ D ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേ ഇക്വേഷൻ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ചെയ്തതാണ്. ഏറ്റവും അവസാനം ഒരു D കാണുന്നില്ലേ, അതുള്ളത് കൊണ്ടാണ് ഇവിടെ XU ബൈ D ആണ് നമ്മൾ ആ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം ഡിറ്റർമൈൻ ദി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലെ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് കണ്ടുപിടിക്കണം. ഇനി അടുത്തത്, ഇഫ് ദി വാല്യൂ ഓഫ് XU ബൈ D is less than limiting value, calculate the moment of resistance using the equation. അതായത് നമുക്കിപ്പോ കിട്ടിയേക്കുന്ന XU ബൈ D ഇല്ലേ, XU ബൈ D XU മാക്സിനേക്കാളും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു സെക്ഷൻ? എന്ത് സെക്ഷൻ ആണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ പറയുന്ന ആ ഒരു സെക്ഷന്റെ XU ബൈ D അതിന്റെ മാക്സിമം വാല്യൂത്തിനേക്കാളും കുറവാണെങ്കിൽ ആ സെക്ഷൻ എന്താ നമ്മൾ പറയുക? അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന സെക്ഷൻ അണ്ടർ റീൻഫോഴ്സ്ഡ് ആണെങ്കിൽ എടുക്കേണ്ട ഇക്വേഷൻ ആണ് നമുക്ക് ആ അനെക്സ് G 1.1 B കാണുന്ന ഇക്വേഷൻ mu is equal to 0.87 Fy AST D into 1 minus AST Fy by BD FCK. നിങ്ങൾക്ക് ഫിഗറിലും കാണാം. ഞാനിപ്പം സ്ലൈഡ് കാണിച്ചേക്കുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അത് സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഇഫ് ദി വാല്യൂ ഓഫ് XU by D is equal to the limiting value, the moment of resistance of the section is given by the following expression. അതായത് ഒന്നെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന XU by D ആ ഒരു ലിമിറ്റിംഗ് വാല്യൂവിനോട് തുല്യമായിട്ട് വരും, അല്ലെങ്കിൽ അതിന് കൂടുതലാണെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ XU by D ഈക്വൽ ടു XU max by D ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ആ XU by D ക്ക് പകരം XU max by D കൊടുക്കണം. അപ്പം MU ലിമിറ്റ് മാക്സിമം മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ആണ് എഴുതിയേക്കുന്നത്. ഈക്വൽ ടു 0.36 XU max by D into 1 minus 0.42 XU max by D BD square FCK. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ നിങ്ങളുടെ കോഡിനകത്തുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് വേണ്ട വാല്യൂസ് എന്തൊക്കെയായിരിക്കണം? ഇപ്പൊ ആദ്യം നമ്മളോട് ഒരു സെക്ഷൻ തന്നിട്ട് XU max by D ആണ്, XU by D ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണ് അറിയാൻ പറ്റില്ലല്ലോ അല്ലെ, ഇല്ല. അപ്പൊ ജസ്റ്റ് നമുക്കിപ്പം ആ കോഡ് ഉള്ളവർ കാണുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് അതിന്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കാണുക. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് കൃത്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ ഒരു പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രക്ചറൽ ഡിസൈൻ ഏറ്റവും എളുപ്പമാണ്. നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കുക, എന്നിട്ട് അത് അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ ഓവർ റീൻഫോഴ്സ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലാവും, അത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ആദ്യം നമുക്കൊരു സെക്ഷൻ തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് XU by D കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് XU max by D നേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ അറിയണം. അതിനുശേഷം XU max by D നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം, അതായത് 0.87 Fy എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം അണ്ടർ റീൻഫോഴ്സ് ആണെങ്കിൽ.
ഇനി അഥവാ ഇതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാലൻസ് സെക്ഷൻ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ അതിനകത്തുള്ള മാക്സിമം മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ കിട്ടും. അപ്പൊ നമ്മൾ ഈ XU/D കണ്ടുപിടിച്ചിട്ട് അത് XU മാക്സിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് അറിയണമെങ്കിൽ ആ വാല്യൂ അറിയണ്ടേ? ചെറുതായിട്ട് അതിനെ പറ്റി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പൊ കിട്ടും. പക്ഷെ ഒന്നും പറഞ്ഞു തരാണ്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോയാൽ കാര്യമില്ലല്ലോ. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് XU/D ഞാനൊരു പേജ് പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, പേജ് നമ്പർ 70. പേജ് നമ്പർ 70 നിങ്ങൾക്ക് കാണാം. ഇപ്പം കോഡില്ലാത്ത ആൾക്കാർ XU/Dയും FIന്റെ വാല്യൂ, അതായത് ഒരു പർട്ടിക്കുലർ FIക്ക് വാല്യൂവിന് ഒരു XU/D ഉണ്ട്. അപ്പൊ 3 കേസിൽ നമുക്ക് 250 ഉണ്ടാവും, 415 ഉണ്ടാവും, പിന്നെ 500 ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് 250 ആണെങ്കിൽ 0.53, 500 ആണെങ്കിൽ 0.48. ഈ 3 വാല്യൂ ആണ് XU/max. അപ്പൊ നമ്മൾ XU/D കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഗിവൺ സെക്ഷനിൽ ഇത് XU/maxനേക്കാളും കൂടുതലാണോ കുറവാണോ നോക്കുക. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് എഴുതാം. 500 XU/D വരിക 0.53, 0.48, 0.46. പേജ് നമ്പർ 70 ഇതുണ്ട്. അപ്പൊ നമുക്ക് XU/D കണ്ടുപിടിക്കുക. അത് XU/maxനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് എടുക്കുക. കുറവാണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സിന്റെ അത് കണ്ടുപിടിച്ചിട്ട് MU കണ്ടുപിടിക്കാം. ഓക്കെ, വിവേക് മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular reinforced concrete beam has width of 200 mm and is reinforced with 2 bars of 20 mm dia bars and an effective depth of 400 mm. If M20 grade of concrete and Fe415 HYSD bars are used, estimate the ultimate moment of resistance. നമ്മളോട് പറഞ്ഞേക്കുന്നത് അൾട്ടിമേറ്റ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്, MU ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതി വെക്കണം അല്ലെ. അപ്പോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസാ ഉള്ളത്. ഓക്കെ, എ റെക്ടാങ്കുലർ റീഇൻഫോഴ്സ്ഡ് ബീം ഹാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ B കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. B is equal to 200 mm and is reinforced with 2 bars of 20 mm dia. അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് 2, അതിന്റെ ബാറിന്റെ ഡയ ഞാൻ 5 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു, ഈക്വൽ ടു 20 mm. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീലിനെ ഞാൻ AST എന്നാണ് ഡിനോട്ട് ചെയ്തത്. നമുക്ക് അതിന്റെ ആ ഒരു 96ാമത്തെ പേജിനകത്ത് എഴുതിയിട്ടുണ്ട് ഓരോന്നും എന്തൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് AST എന്ന് പറയുന്നത് ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് N × π/4 π². അതായത് ഇവിടെ 2 ബാർ ഉണ്ട്, 2 × π/4 × ബാറിന്റെ ഡയ 20 സ്ക്വയർ. അപ്പൊ നമുക്ക് AST കിട്ടും. ഇനി അത് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ d ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. എഫക്റ്റീവ് ഡെപ്ത് 400 mm. പിന്നെ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു FCK. M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണെങ്കിൽ FCK എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് Fe415 ആണെങ്കിൽ FY എന്ന് പറയുന്നത് 415 ആയിരിക്കും. ഓക്കെ, ഞാൻ ആ 96ാമത്തെ പേജിൽ കാണാം. FCK എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, അതായത് കോൺക്രീറ്റിന്റെ ഗ്രേഡ് അനുസരിച്ചുള്ള വാല്യൂ. M20 എന്ന് പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20 ആണ്. ഇതുപോലെ തന്നെ FIന്റെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. സ്റ്റീലിന്റെ FI എന്ന് പറയുന്നത് സ്റ്റീൽ എന്ന് പറയുന്നത് ഇവിടെ Fe415 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം FIന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ആണ്. അത് എന്ന് പറയുന്നത് ഈ Fe415 എന്റെ വാല്യൂ ആണ് വരുന്നതെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 415 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് FCK കിട്ടി, FY കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് അൾട്ടിമേറ്റ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇനി നമുക്ക് അത് കണ്ടുപിടിക്കാൻ തുടങ്ങാം. അപ്പൊ ഏറ്റവും ആദ്യം എന്ത് കണ്ടുപിടിക്കണം?
ഏറ്റവും ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എക്സ് യു ബൈ ഡി കണ്ടുപിടിക്കണം. എക്സ് യു ബൈ ഡി കണ്ടുപിടിക്കാനായിട്ട് എന്താ ഇക്വേഷൻ? ആ 96ാമത്തെ പേജിൽ ഞാൻ ആദ്യം പറഞ്ഞ ഇക്വേഷൻ. ബാക്കിയുള്ളവരത് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവരും ജസ്റ്റ് എഴുതിയെടുക്കണം. നിങ്ങൾ കോഡ് വേണം എന്തായാലും കയ്യിൽ കേട്ടോ. 0.87 FY AST divided by 0.36 FCK B into D. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യുക. 0.87 FY എന്ന് പറയുന്നത് എത്രയാണ്? 415 അല്ലേ? AST എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 into pi by 4 into 20 സ്ക്വയർ. യൂണിറ്റ് ഒന്നും മാറ്റണ്ട. 0.36 FCK അറിയാലോ. FCK എത്രയാ? ഇൻറ്റു 20 ഇൻറ്റു B നമുക്കറിയാം. B തന്നിട്ടുണ്ട് 200, D തന്നിട്ടുണ്ട് 400. ഇത്രയും സിമ്പിൾ ആണ്. ഇതിനകത്ത് വാല്യൂസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ കോഡിനകത്ത് തന്നെ വാല്യൂസ് ഉണ്ട്. വാല്യൂസ് എന്ന് പറയുന്നത് അതെന്താണ്, അപ്പം ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എക്സ് യു ബൈ ഡി കിട്ടും. യു ബൈ ഡി കണ്ടുപിടിക്കുക. എന്നിട്ട് അത് അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ ഓവർ റീൻഫോഴ്സ്ഡ് ആണോ എന്നെങ്കിലും ഒന്ന് പറയണം. ഓക്കെ, എക്സ് യു ബൈ ഡി കിട്ടിയോ? ഇല്ല, 0.39 അല്ലേ? എക്സ് യു ബൈ ഡി എന്ന് പറയുന്നത് 0.39. ഓക്കെ, നമുക്ക് എക്സ് യു മാക്സ് ബൈ ഡി എത്രയാ? ഈ ഒരു കേസിൽ എക്സ് യു മാക്സ് ബൈ ഡി എത്രയാ? 0.48. കാരണം എന്താ? FE 415 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 415 കറസ്പോണ്ടിങ് ആയിട്ട് 0.48. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 0.39 ആണ്. അത് 0.48നേക്കാളും കുറവാണ്. ഇസ് ലെസ് ദാൻ 0.48. അങ്ങനെയാണെങ്കിൽ ഇതൊരു അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണോ ഓവർ റീൻഫോഴ്സ് സെക്ഷൻ ആണോ? ഓക്കെ, അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണ്. ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? estimate the ultimate moment of resistance. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷന്റെ അൾട്ടിമേറ്റ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും വരിക? ഏത് ഇക്വേഷൻ ഉപയോഗിക്കണ്ടേ? ഓക്കെ, നമ്മൾ കാണുക. അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0.87 FY AST D into 1 minus AST FY divided by BD into FCK. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കണം MU കണ്ടുപിടിക്കാനായിട്ട്. മാക്സിമം മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയിന്റ് FCK BD. ഇതിനകത്ത് ഏതെങ്കിലും വാല്യൂ അറിയാത്തതുണ്ടോ? 415. ഓക്കെ, FY എന്ന് പറയുന്നത് 415 into 415. AST കിട്ടിയില്ലേ? 2 into pi by 4 into 20 square. ഓക്കെ, ഈ D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത്. അത് എത്രയാ? D 0.36. അല്ല, എഫക്റ്റീവ് ഡെപ്ത് അല്ലേ? DD D 400 mm. 400 into 1 minus AST നമുക്ക് കിട്ടിയത് തന്നെ 2 into pi by 4 into 20 square. FY FY 415. divided by FCK 20. Okay, 20 into B 200 mm. Okay, ready. B into D. Okay, ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. എത്രയായിരിക്കും വാല്യൂ കിട്ടുക? ഓക്കെ, അഫ്സ അൺമ്യൂട്ട് ചെയ്തു. അഹമ്മദ് റഫ്സാൻ പറയാൻ പറ്റുമോ? വാല്യൂ കിട്ടിയോ? അഹമ്മദ് റഫ്സാൻ കിട്ടിയോ? കിട്ടിയവർ ജസ്റ്റ് ആൻസർ ചെയ്തേ. കിട്ടിയില്ല. ഓക്കെ, ചെയ്യാൻ നോക്ക്.
ഓക്കെ, കിട്ടിയ ഒരു ആൻസർ പറഞ്ഞു. ഓക്കെ, ഇപ്പോ ആരാ തന്നേക്കുന്നത്? ഷബ്നയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. 18983.9. ഓക്കെ, ചെക്ക് ചെയ്യണം. 189.883.9 ന്യൂട്ടൺ മീറ്റർ. മൊമെന്റ് അല്ലേ, മൊമെന്റ് ക്യാരിങ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയാലും മൊമെന്റിന് ഈക്വൽ ഉണ്ട്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് 189.88 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, 189.806 ആണ് അനുഷ പറഞ്ഞേക്കുന്നത്. അപ്പം 189 ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ ആൻസർ വരും. ജസ്റ്റ് നോക്കുക. അപ്പൊ അതിന്റെ 3 ഡെസിമലിലൂടെ കുറച്ചിട്ട് 189.883 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെക്ഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ ഓവർ റീൻഫോഴ്സ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ MUന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഏതായിരിക്കും? XU കണ്ടുപിടിക്കുക. XU കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം എന്ത് കൊടുക്കുക? XU മാക്സും ആയിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ 200 mm wide by 500 mm deep in reinforcement with 4 bars of 25 mm dia at an effective depth of 500 mm using M20 grade concrete and Fe 415 HYSD bars. Calculate the same moment of resistance of the section. അത് IS 456 ആട്ടോ നമുക്ക് വേണ്ടത്. IS 456 2000 എടുത്തോ? ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് അതിനകത്ത് ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ താഴെയായിട്ട് ഒരു ഇക്വേഷൻ കണ്ടില്ലേ? XU by D equal to 0.87 FY AST divided by, കണ്ടോ? ഓക്കെ, നമുക്ക് ആ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടുന്ന് എടുക്കേണ്ടത്. അപ്പം നീ അതിനകത്ത് ABCD കഴിഞ്ഞ് താഴെ കണ്ടോ? XU ഉണ്ട്, D ഉണ്ട്, FI ഉണ്ട്, AST ഉണ്ട്, FCK ഉണ്ട്, B ഉണ്ട്, MU ഉണ്ട്. അതൊക്കെ എന്താണ് അവിടെ പറയുന്നുണ്ട്? ഓരോ ടേമും എന്താണ് അതിന്റെ താഴെ പറഞ്ഞേക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ആ ഓരോ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ മിഷൻ. നിങ്ങൾക്ക് എക്സാമിന് ഈ കോഡും പറ്റും, ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക്, ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് കുറെ ഒക്കെ ചെയ്യാൻ പറ്റൂലേ? നമ്മൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ബി, ഈ ഒരു സെക്ഷന്റെ വിഡ്ത്ത് എത്രയാ പറഞ്ഞു? ക്വസ്റ്റ്യൻ നോക്കിയേ. പോയോ അമലെ? വിഡ്ത്ത് എന്ന് പറയുമ്പോ 200 വൈഡ് ആണ്, 200. ഓക്കെ, പോട്ടെ, അല്ല ആദ്യത്തെ വഴി. ഇനി നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനകത്ത് AST എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടല്ലോ. AST എന്ന് പറയുന്ന ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്, അതായത് ഇതിനകത്ത് എത്രമാത്രം റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് എന്നാണ് AST. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 4 ബാർസ് ഓഫ് 25 mm ഡയ, അതായത് നമ്മുടെ ബീം ഇങ്ങനെയാണ് ഉണ്ടാവുക. 1 2 3 4. ഇതിന്റെ ഓരോന്നിന്റെയും ഡയ എന്ന് പറയുന്നത് 25 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 4 ബാറിന്റെയും ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5/4 into D square. അപ്പൊ 4 കൊണ്ട് ഇൻറ്റു 4 കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് AST എന്ന് പറയുന്നത് 4 into 5/4 into 25 square. റെഡി അല്ലേ? ഇൻറ്റു 4 ഇതാ മുൻപിലിട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 2 ഡെപ്ത് തന്നിട്ടുണ്ട്. 500 mm ഡീപ്പ് ആണ് നമ്മുടെ സെക്ഷൻ. പിന്നെ പറഞ്ഞേക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് 500 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഇക്വേഷനിൽ വേണ്ടത് സ്മോൾ ഡി ആണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ആ ഒരു ഡെപ്ത് അല്ലേ? അതാണ് മൊത്തത്തിലുള്ള ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ഡെപ്ത്. നമ്മൾ സ്മോൾ ഡി ആയിട്ട് എടുക്കുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ സ്മോൾ ഡി എന്തായിരിക്കും? എടാ, ഇവിടെ 2 ഡെപ്ത് തന്നിട്ടുണ്ട്. സെക്ഷൻ ഈസ് 200 mm wide and 500 mm deep.
പിന്നെ തന്നേക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് 500. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ട ഡി എന്ന് പറയുന്നത് എത്രയാണ്? 500. ഓക്കെ, അതാ വേണ്ടത് 500 mm. ഇനി നമുക്ക് വേണ്ടത് എഫ് സി കെ. എഫ് സി കെ നമ്മുടെ ക്വസ്റ്റ്യൻ മറ്റേ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എഫ് സി കെ എന്ന് വെച്ചാൽ എന്താണ്? വായിച്ചേ. Characteristics of compressive strength of concrete. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എത്രയാ? പറ്റും. M20 അല്ലേ? M20 ആവുമ്പോ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാ? 20. റെഡി. ഇനി അടുത്തത് നമുക്ക് എഫ് ഐ. എഫ് ഐ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ അതിനകത്ത് വായിച്ച എന്താണ്? എഫ് വൈ Characteristics strength of reinforcement അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്ത് എഫ് ഐ എത്രയായിരിക്കും? സ്റ്റീലിനെ കുറിച്ചല്ലേ പറഞ്ഞേക്കുന്നത്? ഇതല്ലേ സ്റ്റീലിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? നോക്കിക്കേ, ഇവിടെ എഴുതിയേക്കുന്നത് FE 415 HY ST ബാർ എന്നാ. അപ്പം FY എത്രയായിരിക്കും? 415 ആണോ? അതെ, 415 ആണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പൊ റെഡി ആയി. അപ്പൊ നമുക്ക് ഈ ടേംസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഏതാ കണ്ടുപിടിക്കണ്ടേ? ആദ്യത്തെ ഇക്വേഷൻ നോക്കിക്കേ. XU by D is equal to 0.87 FI AST divided by 0.36 FCK into B into D. ഓക്കെ, നമ്മൾ ഇത് ചെയ്യുമല്ലേ? ഇതങ്ങ് തീർക്കല്ലേ? ചെയ്യാം സാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ വാല്യൂ പറഞ്ഞ 0.87. FI എത്രയാ? FI 415. AST അറിയാലോ? AST ചെയ്തിട്ടില്ല. നമുക്ക് ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി പിള്ളേര് ചെയ്തു. നല്ല സഹകരണ ക്ലാസ്. ഡിവൈഡഡ് ബൈ 0.36 into 20. B 200. ഇവിടെ 500. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? XU by D കിട്ടും. ഓക്കെ, ഈ XU by D കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പിന്നെ ചെയ്യേണ്ട? XU by D കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ XU max by D നോക്കണം. XU max അല്ല, XU max by D കണ്ടുപിടിക്കും. ഓക്കെ, അത് എത്രാമത്തെ പേജിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പേജ് നമ്പർ 70 എടുത്ത് നോക്ക്. 70. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് XU max by D എത്രയാ വരിക? സാറേ 70ാമത്തെ പേജ് കണ്ടു. കിട്ടി. പറ. ഇതിലിപ്പോ എന്താണ് കണ്ടുപിടിക്കണ്ടേ? ഞാൻ ചോദിച്ചത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിനകത്ത് XU max by D എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. 415ന്റെ 0.48 അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂടാ, സംഭവം അത്രേ ഉള്ളൂ. 0.48 കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് ഇവിടുന്ന് നമ്മുടെ XU by D സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, എല്ലാവരും സഹായിക്കാൻ വരൂ, എത്രയാ XU max by D കിട്ടിയേക്കുന്നത്? ഓക്കെ, കിട്ടിയേക്കുന്നത് എനിക്ക് തോന്നുന്നു 0.94 അല്ലേ? ഓക്കെ, 0.98. അപ്പൊ നമുക്ക് ഇവിടെ XU by D കിട്ടിയിരിക്കുന്നത് 0.98. അപ്പൊ അമല് പറഞ്ഞേക്കുന്ന XU max by D എന്ന് പറയുന്നത് 0.48. ഓക്കെ, അപ്പൊ നമുക്ക് XU by D is greater than XU max by D എന്ന് കിട്ടിയില്ലേ? നോക്കടാ, നിനക്ക് കിട്ടിയേക്കുന്ന, നമുക്ക് കിട്ടിയേക്കുന്നത് 0.98 ആണ്. 0.48 ആണ് നമുക്ക് കിട്ടിയേക്കുന്ന 0.98. അപ്പം ഇത് കൂടുതലാണ് നമുക്ക് പറയാൻ പറ്റണം. ഇത് എന്താണ്? ഓവർ ഇൻഫോഴ്സ് ആണോ, അണ്ടർ ഇൻഫോഴ്സ് ആണോ, ബാലൻസ്ഡ് ആണോ? കൂടുതലല്ലേ? അപ്പൊ ഓവർ ഇൻഫോഴ്സ് അല്ലേ? അപ്പൊ ഓവർ ഇൻഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് തെറ്റല്ലേ? നമുക്ക് ഓവർ ഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റില്ല. അതിന്റെ കാരണം നീ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ. മറ്റേ ബാക്കി എല്ലാവർക്കും നീ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക്
ഇങ്ങനെ വന്നാൽ നമ്മൾ എന്തായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്? ബാലൻസ്ഡ് സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ MU കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? MU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഉപയോഗിച്ച് കൊടുക്കണം. അതായത് ഫോർ എ ബാലൻസ്ഡ് സെക്ഷൻ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.36 XU max by D into 1 minus 0.42 XU max by D BD square FCK. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം, കണ്ടുപിടിക്കണം. അത് ഇതിനകത്തില്ല സാറേ. ഉണ്ടടാ, പേജ് 96 നോക്കിക്കേ. കണ്ടു. ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ഓക്കെ, കണ്ടില്ലേ? 0.36 x. ഇതാ ഇക്വേഷൻ തന്നെയാണ്. നിങ്ങൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് STന്റെ പ്രത്യേകത. പിന്നെയും പറഞ്ഞു, നല്ല എളുപ്പമാണ്. ഓക്കെ, 0.36 ഇൻറ്റു XU max by D നമുക്കറിയാം 0.48 ആണ്. 1 മൈനസ് 0.48 ഇൻറ്റു XU max by Dക്ക് ഞാൻ 0.48 ഇല്ലേ, ആ വാല്യൂ ഇട്ട് കൊടുത്തു. 0.48 ഇൻറ്റു B നമുക്കറിയാം 200, D അറിയാം 500 അല്ലെ, FCK അറിയാം 20. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടുക? ജസ്റ്റ് ആൻസറും കൂടെ ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇന്ന് 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലം വരാം. ഓക്കെ, നമ്മൾ ഇനി അൾട്ടിമേറ്റ് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റിന്റെ 2 പ്രോബ്ലം ആണ് ചെയ്തത്. ഒരു പ്രോബ്ലം കൂടെ നോക്കണോ? ഓക്കെ, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്നാല് ഓക്കെ, റീഇൻഫോഴ്സ്ഡ് ബാർ ബി എന്ന് പറയുന്നത് 300 mm. ഓക്കെ, ബി കിട്ടി 400. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ റീഇൻഫോഴ്സ്ഡ് വിത്ത് 1436 mm². ആരും ബോഡി വരയ്ക്കില്ലേ? 1436 mm² എന്ന് വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ നമുക്ക് ആ mm² എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ആണ്. അതിന്റെ അതായത് നമുക്ക് 2 mm of 12 ഡയ എന്നൊന്നും അല്ല തന്നിരിക്കുന്നത്, നേരെ ഇതിന്റെ AST ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് AST എഴുതാം. ഓക്കെ, നമുക്ക് പറയാം. കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. റീഇൻഫോഴ്സ്ഡ് വിത്ത് 1436 mm² എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തുകൊള്ളുക, നമുക്ക് ഇവിടെ നേരെ നമുക്ക് സ്റ്റീലിന്റെ റീഇൻഫോഴ്സ്മെന്റ് തന്നിട്ടുണ്ട്, എത്രയാണ് ഏരിയ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ എഴുതാം. ഓക്കെ, mm². റെഡി അല്ലേ? ഇനി ജിഷു നമുക്ക് വേണ്ടത് FY എത്രയാന്ന് പറയാം? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് FY 415 HYDSD ആണ്. അപ്പം 415 എഴുതിയാൽ മതി, വാല്യൂ മാത്രം മതി. ഇനി FCK എത്രയാ? FCK M20 ആകുമ്പോ 20 എഴുതുക. ഓക്കെ, പിന്നെ എഫക്റ്റീവ് ഡെപ്ത് D എത്രയാ? 500 mm. എസ്റ്റിമേറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പേജ് നമ്പർ 96 നോക്കി. എന്നിട്ട് അതിനകത്ത് ആദ്യം ഉള്ള ഇക്വേഷൻ ഏതാ? എന്റെ ഈ കോഡ് ബുക്ക് ഇല്ല സാർ. ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ പറഞ്ഞപ്പോ എഴുതിയെടുത്തായിരുന്നോ? കേട്ടോ, ഈ ഒരു ഇക്വേഷൻ എഴുതിയെടുക്കണം. കാരണം നമുക്ക് ഇനി കോഡ് ബുക്ക് വരുന്നവരെ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ബോർഡിൽ തന്നെ നോക്കിയിരിക്കണം. അതേസമയം നമുക്ക് ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതിയെടുത്ത് സ്വന്തം ശ്രമിക്കാം. ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട. FY AST. അപ്പൊ കോഡ് ഇല്ലാത്തവരും ജസ്റ്റ് ഈ പറയുന്ന ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യുക. 0.36 FCK BD. അപ്പം വേഗം പറഞ്ഞോ ജിഷ്ണു, ഓരോന്ന് പറഞ്ഞു. 0.87 ഇൻറ്റു 415 ഇൻറ്റു 1436 ഡിവൈഡഡ് ബൈ 0.36 FCK 20 ഇൻറ്റു 300 ഇൻറ്റു 500. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് XU/D കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. 0.48 കിട്ടിയ. ഓക്കെ, 0.48. ഓക്കെ, കിട്ടിയേക്കുന്നത് 0.48. അപ്പോ നമുക്ക് 0.48 കിട്ടിയിട്ടുണ്ടെങ്കിൽ XU max by D is equal to XU/D കിട്ടി. അപ്പൊ നമ്മൾ എന്തായിട്ട് ചെയ്യണം? ഇതൊരു ബാലൻസ്ഡ് സെക്ഷൻ ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ കോഡിലുള്ള അതേ ഫോട്ടോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ?
if the xu by d is equal to limiting value, the moment of resistance of the section is given by the following expression. ഇത് നിങ്ങളുടെ കോഡിലുണ്ട്, ഈ വാല്യൂ മാത്രം ഒന്ന് എഴുതിയെടുത്താൽ മതി. ഓക്കെ, അതായത് നമുക്കിവിടെ xu by d 0.48 കിട്ടി. നമ്മുടെ fy വാല്യൂ എന്ന് പറയുന്നത് 415 അല്ലേ? അപ്പൊ നമ്മള് xu max by d കണ്ടുപിടിക്കണം. xu max by d പേജ് നമ്പർ 70 കോഡിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഈ fy 415 ആകുമ്പോൾ അതിന്റെ fy വാല്യൂ എന്ന് പറയുന്നത് xu max by d എന്ന് പറയുന്നത് 0.48 ആണ്. അതായത് അതിന്റെ മാക്സിമം വരാവുന്ന ആ ഒരു വാല്യൂ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ ആൻസറിലും എത്ര തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്ന xu by d 0.48 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റണം? xu max by d ഈക്വൽ ടു xu by d. മനസ്സിലായില്ലേ? അത് രണ്ട് ഈക്വൽ ആയി. അതേസമയം ഇത് 0.48 താഴെ ഒരു വാല്യൂ ആണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. 0.48 കൂടുതൽ വാല്യൂ ആണെങ്കിൽ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ. ഇത് നമുക്ക് കറക്റ്റ് ബാലൻസ് സെക്ഷൻ ആയിട്ട് തന്നെ കിട്ടി. അപ്പൊ നമ്മള് ബാലൻസ് സെക്ഷൻ ആക്കി കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ കോഡിനകത്ത് എഴുതിയിട്ടുണ്ട് ഇഫ് ദി വാല്യൂ ഓഫ് xu by d നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആ xu by d ന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ദി ലിമിറ്റിംഗ് വാല്യൂ. ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പേജ് നമ്പർ 70 പോകാൻ ഞാൻ പറഞ്ഞത്. ലിമിറ്റിംഗ് വാല്യൂ പേജ് നമ്പർ 70 ഉള്ളത്. The moment of resistance of the section is given by the following expression. mu limit equal to 0.36 xu max by d into 1 minus 0.42 xu max by d into bd square fck. ഇത് കോഡിലുണ്ട്, പഠിക്കണ്ട. ഓക്കെ, ഇവിടെ ഈ xu max by d എത്രയായിട്ട് കൊടുക്കണ്ട നമ്മള്? xu max by d 0.48. 0.48. ഇതും 0.48. ഈ b എന്ന് പറയുന്നത് 200 കണ്ടല്ലായിരുന്നോ? ഡിയോ d 500. ഓക്കെ, 500. fckയോ? fck 1436. അത് AST അല്ലേ? ഏരിയ ഓഫ് സ്റ്റീൽ അല്ലേ അത്? fck എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആ, കോൺക്രീറ്റിന്റെ കൂടെ ചേർന്ന് നടക്കുന്നത്. അതെത്രയാ? 415. ഇടിക്കുന്ന അത് സ്റ്റീൽ അല്ലേ? HYST ബാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്റ്റീലാ. M20 ഗ്രേഡ് കോൺക്രീറ്റ് എന്നൊക്കെ ആയിരിക്കും പറയാ. അപ്പം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന്റെ കൂടെ കിടക്കുന്നതായിരിക്കും fck വാല്യൂ 20. ഓക്കെ, ഇതിനകത്ത് വേറെ വാല്യൂ ഒന്നും ഇല്ല, എല്ലാം പറഞ്ഞില്ലേ? തെറ്റിക്കരുത് കേട്ടോ. fck എന്ന് പറയുമ്പോഴത്തേക്കും 3 അക്ഷരം ഉണ്ടല്ലോ. ഓക്കെ, 3 അക്ഷരം ഉള്ളപ്പം 20 പോലെ ഓർക്കുക. ഇനി fy എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 2 അക്ഷരം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 3 അക്ഷരമുള്ള ഒരു വാല്യൂ ആയിരിക്കും വരിക. അപ്പൊ ഇപ്പൊ 500 ആണെങ്കിൽ fy വാല്യൂ എന്ന് പറയുന്നത് 500. ഇത് ഇങ്ങനെയൊന്നും പറയരുത്, തെറ്റാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. fck എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിന്റെ ഗ്രേഡിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 3 അക്ഷരം ഉണ്ട്. അപ്പൊ ഒരു M20 M25 M30 അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ 2 അക്ഷരം അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, fy എന്ന് പറയുമ്പോഴത്തേക്ക് 2 അക്ഷരം ഉണ്ട്. അപ്പൊ അതിന് ഒരു 3 അക്ഷരമുള്ള ഒരു വാല്യൂ ആയിരിക്കും അതിന് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ആരും തലയിലോട്ട് കേട്ടിട്ട് ഒരു ട്രിക്കായിട്ട് പറഞ്ഞു തന്നെയാണ്, ഓർക്കാൻ വേണ്ടി. ഓക്കെ, ഞാനിങ്ങനെ ഓരോ ഉടായ്പിലൊക്കെ ആയിരുന്നു ആൻസർ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? mu ലിമിറ്റ് കണ്ടുപിടിക്കാം. mu ലിമിറ്റിന്റെ ഇക്വേഷൻ ഞാൻ വേണം ഒന്നുകൂടെ എഴുതാം. ഇത് കോഡില്ലാത്തവർ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണം. ഏതൊരു പേപ്പറിൽ നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എക്സാമിന് കോപ്പി അടിക്കാനല്ല, നമുക്ക് ആ കോഡ് അതേപോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത് നോക്കി ശീലിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, mu ലിമിറ്റ് കിട്ടിയോ? mu ലിമിറ്റ് കിട്ടിയവരൊന്ന് ജസ്റ്റ് ആൻസർ ചെയ്തേ. b 300 ആണ് അല്ലേ? ഓക്കെ, b 300 ആണ്. b 300 ആണ്. നമ്മൾ 200 എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടുന്ന എത്രയാ? 200.4 എന്നാണ്. ഓക്കെ, 206.4 എന്നാണ് തോന്നുന്നത് ആൻസർ കിട്ടിയ. 206.40 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് നമ്മുടെ മാക്സിമം mu ലിമിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് നമ്മൾ ഇന്ന് അതിന്റെ ആണ്. നമുക്ക് അടുത്ത ദിവസം തൊട്ട് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, അപ്പം ഡിസൈനിങ്ങിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗിവൺ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് തരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ AST കണ്ടുപിടിക്കണം, ബീമിന്റെ വിഡ്ത്ത് ഡെപ്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചെന്ന് നേരെ ബാക്കോട്ട് പോകണം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം.